തീർച്ചയായിട്ടും ആ സുധി എന്ന സംഭവം പോയി കഴിഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ രേണു. സുധി എന്ന ആ സംഭവം ഉള്ളതുകൊണ്ട് വന്ന ആളാണ്. സുധി ഉണ്ടായിരുന്ന സമയത്ത് രേണു എന്ന് പറയുന്ന ഒരാൾ ആരാന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു. പിന്നെ എന്താ ഏതോ ചാനലിലൊക്കെ സുധിച്ചേട്ടൻ തന്നെ പരിചയപ്പെടുത്തി കൊടുത്തല്ലേ രേണുവിനെ, ഇതാണ് എന്റെ വൈഫ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ സുധി എന്നുള്ള ഇത് നിൽക്കുന്നോണ്ട് പുള്ളിക്കാരത്തി ഫെയിമിൽ ഇങ്ങനെ നിൽക്കുന്നു, അത്ര എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളൂ. അല്ലാതെ സ്റ്റോറി ഷോർട്സ് ഒക്കെ വരുമല്ലോ, അവര് അഭിനയിച്ചതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഇടുമല്ലോ. പിന്നെ ഫുൾ അവരുടെ അടുത്ത് നോക്കേണ്ട കാര്യമില്ല, അതിനകത്തെ ഉണ്ടല്ലോ അവരുടെ അഭിനയം കാര്യങ്ങളും. ഉണ്ടാവും, അത് പാട്ടാണ് വൈറലായത്. പാട്ട് നല്ല പാട്ടാണ്, വൈറലാവും. എനിക്ക് എന്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോ രേണുവിന് കൊണ്ടാലും രേണുവിന് ഇഷ്ടമായില്ലെങ്കിലും ആർക്ക് ഇഷ്ടമായില്ലെങ്കിലും ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. എനിക്ക് പാട്ട് ഇഷ്ടപ്പെട്ടു, നല്ല പാട്ടാണ്. അതിനകത്ത് ഇപ്പൊ ആരഭിനയിച്ചാലും പാട്ട് കൊള്ളാമെങ്കിൽ ഹിറ്റാവും. പിന്നെ രേണു കുറച്ച് ഫെയിമിൽ നിൽക്കുന്നതുകൊണ്ട് ആൾക്കാർ ഇത് കാണും, സ്വീകരിക്കും ഒക്കെ, അത്രേ ഉള്ളൂ. ആർക്ക് ദേഷ്യം? രേണുവിനോ? രേണു ആരാ? എന്നോട് ദേഷ്യം കാണിച്ചിരുന്ന രേണു ആരാ? അല്ല, രേണുവിനെ ഞാൻ സ്വീകരിക്കാൻ വേണ്ടിട്ട് എന്ത് സംഭവം മനസ്സിലായില്ല. എന്നിട്ട് രേണു പറയുന്നല്ലേ, ഞാൻ അംഗീകരിക്കുന്നില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല, ആർട്ടിസ്റ്റ് ആണെന്നും തോന്നുന്നില്ല. സുധി എന്ന പേരിന്റെ മുന്നിൽ ഇങ്ങനെ രേണു എന്നൊരു പേര് വന്നുകൊണ്ട് എങ്ങനെയോ പിടിച്ചിരിക്കുന്ന ഒരാള്, അതൊരിക്കലും ഒരു ആർട്ടിസ്റ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അവർ ഒരു വർക്കിലും എനിക്ക് വലിയൊരു ആർട്ടിസ്റ്റ് ആണെന്നോ വലിയൊരു നടിയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ സംഭവമായിട്ട് ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. ഞാനാണേ പറയുന്നത്, ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. ഫാമിലി ബാർ ആണെങ്കിൽ എന്താ, ബാറല്ലേ? ഫാമിലി ബാർ എന്ന് പറഞ്ഞൊരു ബാറില്ല. ആ ബാറിൽ എല്ലാവർക്കും ഇരിക്കാം, അറബികളും. എനിക്ക് എന്റെ ആവശ്യമില്ല. ബാറിൽ ഡാൻസ് കളിക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ബാർ വിത്ത് റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്റെ ഇല്ല, പോവില്ല. ബാറിൽ ഡാൻസ് കളിക്കാൻ വേണ്ടി പോകില്ല. അത് കേരള റെസ്റ്റോറന്റ്, അവിടെ ഒരു 4 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ വർക്ക് ചെയ്തു. ഞാൻ പറഞ്ഞില്ല യു എയിലായിരുന്നു. വർക്ക് എന്താന്ന് നിങ്ങൾ ചോദിച്ചു. ഞാൻ ബാർ വിത്ത് റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ബാറിൽ ഡാൻസ് കളിക്കാനല്ല പോയിരിക്കുന്നത്. അത് ഞാൻ എന്റെ കുടുംബം പോറ്റാനും അല്ല എനിക്ക് ജീവിക്കാനും വേണ്ടി ജോലിക്ക് പോയതാണ്. എനിക്ക് കിട്ടിയ ജോലി അന്നേരം അതാണ്. അവിടെ ജോലി അന്വേഷിച്ച കുറെ നടന്നു. അപ്പൊ എനിക്ക് കിട്ടിയ ജോലി അതാണ്, ആ ജോലി ഞാൻ ചെയ്തു. ദുബായില് അവിടെ ജോലി ചെയ്യുന്നവര് പോയിട്ട് ബാറിൽ ഡാൻസ് ചെയ്യാറുണ്ട്. പിന്നെ അവിടെ ജോലി ചെയ്യുന്നവരുണ്ട് ഡാൻസ് ബാറിൽ, അത് ജോലിയാണ് അവരുടെ. അല്ലാതെ നാട്ടിൽ നിന്ന് പോയിട്ട് ഇപ്പൊ നോർമൽ ഇത്രയും ബിഗ് ബോസിലൊക്കെ പോയി എന്ന് പറയുന്നു, അല്ലെങ്കിൽ നല്ല കുറെ ഫാൻസ് ഒക്കെ ഉള്ള ഒരാൾ പോയിട്ട് അവിടെ ചെന്ന് ബാറിൽ, അതൊരു ഗതികേടല്ലേ? അതൊരു ഗതികെട്ട ഇതാണ്. അവിടെ പോയി ബാറിൽ ഡാൻസ് കളിക്കുക, അതിന്റെ ആവശ്യം എന്താ? ഞാൻ ഒരു രീതിയിലും പറഞ്ഞല്ല. രേണുവിന്റെ വാട്സപ്പ് കോണ്ടാക്ട് എനിക്കുള്ള ആളാണ്. രേണുവിന്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടത് ഞാൻ കണ്ടു, രേണു ബാറിൽ ഡാൻസ് കളിക്കുന്നത്. പക്ഷെ രേണു പറഞ്ഞത് പ്രമോഷൻ സംബന്ധമായിട്ട് എന്തോ പോയതാണ്. ഞാനത് പറഞ്ഞതിന് ശേഷമാണ് രേണു പറയുന്നത് ഞാൻ ബാർ വിത്ത് റെസ്റ്റോറന്റിന്റെ പ്രമോഷന് പോയതാണെന്ന്. ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്. ആദ്യം രേണു പറഞ്ഞിട്ട് അല്ലെന്ന് തോന്നുന്നു പോയത്, പ്രമോഷന് വേണ്ടിയിട്ട് പോകുന്നു, ഇനാഗ്രേഷന് വേണ്ടി പോകുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. രേണുവിനെ സപ്പോർട്ട് ചെയ്ത് അവിടെ ഇരിക്കട്ടെ. ആ പറഞ്ഞ ആരാധകർ മൊത്തം ഒരു സമയത്ത് രേണുവിനെ തെറി വിളിച്ചവരാ. ഇപ്പൊ രേണുവിനെ തെറി വിളിക്കുന്ന അന്ന് വിളിച്ച ആൾക്കാരെല്ലാം നേരെ ഇങ്ങോട്ട് തിരിഞ്ഞ് എന്നെ തെറി വിളിക്കുന്നു. നാളെ അവർ തന്നെ എന്നെ അംഗീകരിക്കുമായിരിക്കും. ഇപ്പൊ രേണുവിനെ എല്ലാവരും അംഗീകരിക്കുന്നു, കുറച്ചാൾക്കാർ അംഗീകരിക്കുന്നു, കുറച്ചാൾക്കാർ തെറി വിളിക്കുന്നു. വളരെ മോശമായിട്ട് രീതിയിൽ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ ട്രോളുകളൊക്കെ വരുന്നുണ്ട്, പല കാര്യങ്ങളും വെച്ചിട്ട്. അതിനെ നമ്മൾ നിയമത്തിന്റെ പരമായിട്ട് പോയിട്ടുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. എല്ലാം ഞാൻ പതിയെ പറയും, എല്ലാവരോടും പറയും. എന്നിൽ താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പൊക്കോണ്ടിരിക്കുന്നത്. അത് ഞാൻ സൈബർ സെല്ലിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ ആയിട്ട് പരാതികളും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അത് അതിന്റേതായ വഴിക്ക് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. ജീവന് ഭീഷണിയുണ്ടോ? ആ, ജീവന് ഭീഷണിയുണ്ട്. ഉണ്ട്, സത്യം പറഞ്ഞതാ. ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ ഒരു ഇതിലൂടെയാണ് ഇപ്പൊ കടന്നു പൊക്കോണ്ടിരിക്കുന്നത്. നമ്മളത് കേസ് നിയമപരമായിട്ട് പൊക്കോണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ അതിന്റേതായ വഴിക്ക് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം, എല്ലാം ഒരു ഇതിലായതിനു ശേഷം ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. തമിഴിലും അവസരം വന്നിട്ടുണ്ട്. പക്ഷെ അവിടെയും അവർക്ക് വേണ്ടത് അവര് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. അഡ്ജസ്റ്റ്മെന്റ് വേണം. അതുകൊണ്ട് എനിക്കോ? ഞാൻ എന്താ ഇല്ല, ഞാൻ ഡാൻസ് ഒന്നും ചെയ്യാറില്ല. ഞാൻ ഈ ഫീൽഡിലോട്ട് ഇങ്ങനെ ഇറങ്ങി പിച്ച വെച്ച് വന്നിട്ടേ ഉള്ളൂ. അവാർഡ് വാങ്ങാനൊന്നും ഞാൻ വലിയ സംഭവങ്ങളോ വലിയ സിനിമ ഷോർട്ട് ഫിലിം അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ധ്യാൻ ശ്രീനിവാസന്റെ ഒരു മൂവി ചെയ്തു, തഗ് എന്ന് പറഞ്ഞിട്ട്, അതിനകത്ത് നല്ലൊരു വേഷം ചെയ്തു. അതും അവാർഡിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല.